أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. أنت منجينا غدا من شفاعتك الصفاء من لنا مثلك يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. ارتكبت على الخطا غير حسر بعداد لك أشكو فيه يا سيدي خير النبي. إننا نرجو إلى كأس حوضك للعطاش يوم نسر كتابي يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മൾ ചെലവഴിക്കുന്ന സമയവും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, നമ്മളുമായി ബന്ധമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ ഖബറാളികൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ആപത്തുകൾ, മുസീബത്തുകൾ, സിഹറുകൾ, പൈശാചികതയിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മളുടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖൈറും ഹലാലുമായ ഉദ്ദേശങ്ങളെ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും നല്ല പേരുകളായ അസ്മാഉൽ ഹുസ്നയാകുന്ന ഏറ്റവും മനോഹരമായ പേരുകളെ കുറിച്ച് നമ്മൾ നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ പരിചയപ്പെടുത്താൻ ശ്രമിച്ചു. ആ പേരുകളെ സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: أعوذ بالله من الشيطان الرجيم
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. അല്ലാഹുവിൻ്റെ പേരുകളാകുന്ന ഒരുപാട് നാമങ്ങളെ സൂറത്തുൽ ഹസ്റിലെ അവസാന ആയത്തുകളിലൂടെ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിൽ അല്ലാഹു ആദ്യം പറഞ്ഞ അല്ലാഹ് എന്ന ജലാലിയത്തിന്റെ ഇസ്മിന് ശേഷം അല്ലാഹു പറഞ്ഞു വെച്ച പേരെന്തെന്നറിയുമോ? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വസ്സഹാദ ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹു ആദ്യം പറഞ്ഞ പേര് റഹ്മാൻ എന്ന പേരാണ്. റഹ്മാൻ, ആ റഹ്മാനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. റഹ്മാൻ എന്നതിൽ റഹ്മത്ത് അന്തർലീനമാണ്. റഹ്മാൻ എന്നതിൽ റഹ്മത്ത് ഉൾപ്പെടുന്നതാണ്. ആ റഹ്മത്ത് അള്ളാഹുവിൻ്റെ ദാത്തിനെയും അള്ളാഹുവിൻ്റെ ഫിഅലിലേക്കും അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുമുണ്ട് റഹ്മത്ത് എന്ന ഗുണത്തെ. കാരുണ്യ സിന്ധുവാം അല്ലാഹുവിൻ തിരു നാമത്തിലോതുന്നു പുണ്യമാം സൂക്തികൾ ചിത്രമവരത്ര ചാരത്തണഞ്ഞിടാം ഒട്ടും പേടിക്കണ്ട നമ്പുരാരേ എന്നൊരു കവി വിസ്മിയെ കുറിച്ച് പാട്ടുപാടുന്നു. കാരുണ്യ സിന്ധുവാം അല്ലാഹുവിൻ തിരു നാമത്തിലോതുന്നു പുണ്യമാം സൂക്തികൾ. ഒരു ഹൈന്ദവനായ ഒരു കവി, അദ്ദേഹം ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളെയും കവിതയാക്കി രേഖപ്പെടുത്തുകയും അതിനെ സമൂഹത്തിന് സംഭാവന ചെയ്യുകയും ചെയ്ത ഒരു കവിയുണ്ട്. എൻ്റെ കയ്യിൽ നമ്മുടെ ഒരു സ്റ്റുഡൻറ് ഒരിക്കലും തന്നിരുന്നു ആ കിതാബ്. പൂർണ്ണമായും മലയാളം ഫാത്തിഹ, മലയാളത്തിൽ ഫാത്തിഹയെ അദ്ദേഹത്തിൻ്റെ കാവ്യരൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരിനെ അള്ളാഹു ചേർത്ത് വെക്കുന്നത് റഹ്മാൻ എന്ന പേരാണ്. ആ റഹ്മാൻ റഹീം എന്ന 2 പേരുകളിൽ റഹ്മത്ത് അന്തർലീനമാണ്. റഹ്മത്ത് അതിൽ പെടുന്നതാണ്. റഹ്മത്തിൽ നിന്നാണ് റഹ്മാൻ റഹീം എന്ന പേരുകൾ ഉണ്ടാകുന്നത്. റഹ്മത്തിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, റഹ്മതീ വസിഅത് കുല്ല ശൈഇ, എൻ്റെ കാരുണ്യം അത് എല്ലാ വസ്തുക്കളിലും വിശാലമായി കിടക്കുന്നതാണ് എൻ്റെ കാരുണ്യമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്ത് എല്ലാത്തിലും വിശാലമായി കിടക്കുകയാണ്. എല്ലാ സൃഷ്ടികളിലും അല്ലാഹുവിൻ്റെ റഹ്മത്ത് വിശാലമായി കിടക്കുകയാണ്. ആദ്യമായി അല്ലാഹു സൃഷ്ടിക്കുന്നത് അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയുടെ നൂറാണ് അല്ലാഹു ആദ്യമായി സൃഷ്ടിക്കുന്നത്. അതിൽ ചില ആളുകൾ അഭിപ്രായ വ്യത്യാസമൊക്കെ പറയാറുണ്ട്. മുഹമ്മദ് നബിയുടെ നൂറൊന്നല്ല, ആദ്യത്തെ സൃഷ്ടി ആദമാണ് അലൈഹിസ്സലാം. അതെ, ആദ്യത്തെ സൃഷ്ടി എന്ന നിലക്ക് ആദ്യത്തെ ആൾ ആദം തന്നെ.
പക്ഷേ ആദം ഒരു സൃഷ്ടിയാണെങ്കിൽ ആ സൃഷ്ടിക്കും ഒരു അസുലുണ്ട്. ആ അസുൽ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു 3 ദലീല്, ഖുർആനിൽ നിന്നുള്ള 3 തെളിവുകൾ വെച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടി ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്, പ്രകാശമാണ്. അള്ളാഹു ആദ്യമായി ഹബീബിനെ സൃഷ്ടിച്ചു, ഹബീബിന്റെ നൂറിനെ സൃഷ്ടിച്ചു. ആ നൂറിൽ നിന്ന് പിന്നീട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ലൗഹിനെയും ഖലമിനെയും പഠിച്ചു. ഒരിക്കൽ ഖലം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, ഈ ലൗഹിൽ ഞാൻ എന്താണ് ആദ്യമായിട്ട് എഴുതേണ്ടത്? അപ്പോഴാണ് ലൗഹിൽ എഴുതാൻ ഖലമിനോട് അല്ലാഹു പറയുന്ന ആദ്യത്തെ വർത്തമാനം എന്തെന്നറിയുമോ? കതബ അലാ നഫ്സിഹിർ റഹ്മാ. ആദ്യമായിട്ട് അല്ലാഹു എഴുതാൻ പറഞ്ഞത് റഹ്മത്ത് എന്ന വാക്കാണ്. റഹ്മത്ത്. കതബ അലാ നഫ്സിഹിർ റഹ്മാ. അല്ലാഹു കാരുണ്യത്തെ അല്ലാഹുവിന്റെ മേൽ രേഖപ്പെടുത്തി എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ദാത്തിന്റെ മേൽ അല്ലാഹു രേഖപ്പെടുത്തിയ ആദ്യത്തെ വചനം റഹ്മത്ത്. അത് തന്നെ അല്ലാഹു ഖലമിനോട് ലൗഹിൽ എഴുതാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. എന്താണ് ലൗഹ്? ലോകത്ത് കഴിഞ്ഞുപോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളെയും രേഖപ്പെടുത്തപ്പെട്ടതാണ് ലൗഹം. എൻ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവർ മുഹീദ്ദീൻ മാലയിൽ കാണാൻ പറ്റും. എൻ കണ്ണെപ്പോഴും ലൗഹില്ലെന്നോവർ എന്ന് പറഞ്ഞാൽ ലൗഹിൽ എന്താണോ രേഖപ്പെടുത്തിയത് അതെനിക്ക് അറിയാൻ കഴിയും. അപ്പൊ ചോദിക്കും, ലൗഹിൽ എഴുതിയത് എങ്ങനെ കാണാൻ പറ്റും? അത് കാണാൻ ഒരു മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ അദൃശ്യമാണെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളെ മറച്ചു വെക്കുന്നതിൽ ഒരേ ഒരാൾക്കേ സ്വാധീനമുള്ളൂ. അത് ശപിക്കപ്പെട്ടവനായ പിശാചിന് മാത്രം. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൺമാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ. ഒരു കുപ്പിയിലുള്ള ഒരു വസ്തു, ഒരു ചില്ലുകുപ്പിയിൽ എന്തൊക്കെയാണോ ഉള്ളത് അതിനെ പുറത്തു നിന്നൊരാൾക്ക് നോക്കിക്കാണാൻ കഴിയുന്ന മാത്രയിൽ നിങ്ങളുടെ ഖൽബിനെ എനിക്ക് നോക്കിക്കാണാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. എന്തുകൊണ്ട്? അല്ലാഹു ആ മഹാനുഭാവന്റെ കണ്ണിന്റെ മറയെ നീക്കിക്കളഞ്ഞു എന്നതാണ്. ആ കണ്ണിന്റെ മറ, പുകമറ സൃഷ്ടിക്കുന്നതാരാ? അത് ശപിക്കപ്പെട്ടവനായ പിശാചാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി പറയുന്നത്, നിങ്ങൾക്ക് പിശാചിന്റെ സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് പിശാചിന്റെ സ്വാധീനം നിങ്ങളിലില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ രഹസ്യങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വിലായത്തിന്റെ മർത്തബയിലാവും കുട്ടികൾ എന്ന് പറയാൻ കാരണം. നമ്മൾ കണ്ടിട്ടില്ലേ, ചെറിയ കുഞ്ഞു മക്കളെ കിടത്തിയിട്ട് നമ്മളൊന്ന് റൂമിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് മാറിയിരുന്നു കഴിഞ്ഞാൽ ആ കുട്ടി ചിരിച്ച് കളിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ വല്യന്മാരെന്താ പറയാ, മലക്കിനേറ്റ് കളിക്കുകയായിരിക്കും. ഒരർത്ഥത്തിൽ ശരിയാണ്, ഒരർത്ഥത്തിൽ അത് ശരിയാണ്. എന്തുകൊണ്ട്? ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ചെയ്തിട്ടില്ല. പിശാചിന്റെ സ്വാധീനമുണ്ടാകാനുള്ള സാധ്യതകൾ ആ കുട്ടിയിലില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് അള്ളാഹുവിന്റെ ലൗഹും അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള അള്ളാഹു നമ്മുടെ ദൃഷ്ടിക്ക് രഹസ്യമാക്കി വെച്ചതിനെ ആ കുട്ടിക്ക് അള്ളാഹു പരസ്യമാക്കി കൊടുത്തേക്കാം. എന്തുകൊണ്ട്? ആ കുഞ്ഞിൽ പിശാചിന്റെ സ്വാധീനത്തിലുള്ള സാധ്യതകൾ ഇല്ല. അതുകൊണ്ടല്ലേ കുട്ടികളെ കൊണ്ട് ദ്വാരപ്പിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഞാൻ എറണാകുളത്തുള്ള സമയത്ത് മിക്ക ദിവസങ്ങളിലും ഞായറാഴ്ച ചീരിനുണ്ടാവും. കുട്ടികൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരും.
ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ പറയും, അതെ, ഞങ്ങളിങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ മദ്രസയിലെ കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കാൻ നേർച്ചാക്കി. ഞങ്ങൾ ആ കാര്യം സലാമത്തായി. അതിനുശേഷം ഇവർ ഭക്ഷണം കൊണ്ടുവന്ന് ആ ദിവസം നമ്മൾ ദ്വാരക്കും. ചില ആളുകൾ മുൻകൂട്ടി വിഷയം പറഞ്ഞു വരും, പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു വരും. അങ്ങനെ പ്രയാസം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും കൂടി കുട്ടികളെത്തി ദ്വാരക്കും. ആ കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടന്ന് ആ കുട്ടികൾക്കുള്ള ചീർണിയുമായി ആ കുടുംബം വരും. കുട്ടികളെ കൊണ്ട് ദ്വാരപ്പിച്ചാൽ വലിയ ഉത്തരം കിട്ടും. കുട്ടികളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചാൽ ആമീൻ പറഞ്ഞ്, കുട്ടികൾ അവർക്ക് ഇഖ്ലാസൊന്നും വേണമെന്നില്ല, അവർ ആമീൻ പറഞ്ഞാൽ മതി. അതേസമയം കുട്ടികളെ സന്തോഷിപ്പിക്കുകയും വേണം. വല്ല മിഠായിയോ ഭക്ഷണമോ മറ്റോ കൊടുത്ത് കുട്ടികളെ സന്തോഷിപ്പിക്കണം, എന്നിട്ട് ദ്വാരപ്പിക്കണം. അപ്പൊ കുട്ടികൾക്ക് സന്തോഷത്തിലാണ്. അവർക്ക് നമ്മളൊരു ഹദിയ കൊടുത്തു, അതിനുശേഷം ദ്വാരപ്പിക്കലാണ്. അതുകൊണ്ട് അതൊക്കെ സ്വീകരിക്കപ്പെടാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കതബ അലാ നഫ്സിഹി റഹ്മ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ നഫ്സിന്റെ മേൽ അള്ളാഹു രേഖപ്പെടുത്തിയത്, അള്ളാഹുവിന്റെ രേഖപ്പെടുത്തിയത് റഹ്മത്ത് എന്ന വാക്യമാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എത്രയാണ് അല്ലാഹുവിന്റെ കാരുണ്യം എന്ന് നമ്മളൊന്ന് ഓർക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു യുദ്ധം കഴിഞ്ഞ് നബി തങ്ങൾ ഇങ്ങനെ വിശ്രമിക്കുമ്പോ ആ നേരത്താണ് യുദ്ധത്തടവുകാരിയായ ഒരു പെണ്ണ്, ആ പെണ്ണിനെ ഒരു ഭാഗത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞിനെ കാണാതെ ആ പെണ്ണിന്റെ മനസ്സിൽ വ്യതകളും വിഷമവും സങ്കടവും ദുഃഖവുമായിരിക്കുമ്പോ ആ പെണ്ണിനെ പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ നിന്ന് ഓടിപ്പതറി ഓടാൻ ശ്രമിക്കുമ്പോ, എന്തിനാണ് ഓടാൻ ശ്രമിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണാനാണ്. യുദ്ധത്തിൽ തടവുകാരിയാക്കപ്പെട്ടു, പക്ഷേ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണാതെ യുദ്ധത്തടവുകാരിയായ അടിമയായ സ്ത്രീ ഓടി നടക്കുമ്പോ ഹബീബായ മുത്തുനബി തങ്ങൾ ആ പെണ്ണിന്റെ പ്രവർത്തനത്തെ നോക്കി നിൽക്കുമ്പോ ആ നേരത്താണ് ഒരു കുഞ്ഞിനെ കാണുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ ആ കുഞ്ഞിലേക്ക് ഓടിയെടുക്കുകയാണ്. കുഞ്ഞിങ്ങോട്ടും ഓടി വന്നു. ഒരുപാട് നേരങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട ഉമ്മയെ കണ്ടുവെന്ന സന്തോഷത്തില്, കുഞ്ഞും തന്റെ മകളെ കണ്ടുവെന്ന സന്തോഷത്തില് ആ പ്രിയപ്പെട്ട ഉമ്മയും ഓടിയെടുക്കുമ്പോ ആ കുഞ്ഞിലേക്ക് വല്ലാത്ത വേഗതയിൽ ഓടിച്ചെന്ന ആ കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്ത് വെച്ച് തുരുതുരാ ഉമ്മ വെക്കുമ്പോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബത്തുണ്ട്. ആ സ്വഹാബത്തിനോട് വിളിച്ചിട്ട് ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, സ്വഹാബാ, നമ്മളടിമയായി കൊണ്ടുവന്ന ഈ പെണ്ണ് ആ കുഞ്ഞിനെ കണ്ടപ്പോ കാണിച്ച സ്നേഹപ്രകടനം നിങ്ങൾ കണ്ടുപോയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേരത്തെ സ്വഹാബത്ത് പറയുന്നു, നബിയേ, ഞങ്ങളെ കണ്ടു നബിയേ, എന്തോ ഒരു വല്ലാത്ത സ്നേഹമായിരുന്നു റസൂലേ. ആ നേരത്താണ് ഹബീബായ മുത്തുനബി തങ്ങൾ ചോദിക്കുന്നത്, അതറൗന ഹാദിഹി ത്വാരിഹത വലദഹാ ഫിന്നാർ. അതറൗന ഹാദിഹി ത്വാരിഹതന വലദഹാ ഫിന്നാർ. സ്നേഹത്തോടെ മാറോട് ചേർത്ത് പിടിച്ച ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ ആ ഉമ്മ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരുപാട് നേരങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കണ്ടതാണ്. ഉമ്മാക്കും കുട്ടിക്കും വല്ലാത്ത സന്തോഷല്ലേ. ആ കുട്ടിയെ കണ്ട് ആ കുട്ടിയെ മാറോട് ചേർത്ത് വെച്ച് ധാരാളം ഉമ്മകൾ കൊടുത്തു. ആ നേരത്താണ് മുത്തുനബി തങ്ങൾ ചോദിക്കുന്നത്, ഈ സംഭവം നിങ്ങൾ കണ്ടോ ഉമറേ? സ്വഹാബത്തെ കണ്ടോ? അവർ പറഞ്ഞു, കണ്ടു നബിയെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. എന്നാൽ അതറൗന ഹാദിഹി ത്വാരിഹതൻ വലദഹാ ഫിന്നാർ. ആ കുഞ്ഞിനെ ആ ഉമ്മ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
അപ്പോഴാണ് ഖുൽനാ, ഞങ്ങൾ പറയുന്നു, ഉമർ തങ്ങളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖുൽനാ, ഞങ്ങൾ പറയുന്നു, ലാ നബിയെ, ഒരിക്കലും കഴിയൂല, ആ ഉമ്മാക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയൂല, ഒരിക്കലും ആ ഉമ്മാക്ക് അങ്ങനെ സാധ്യമല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴാണ് ഫഖാല റസൂലുള്ളാഹി പറയുന്നു, അല്ലാഹു അർഹം ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തെ, ആ ഉമ്മാക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും എത്രയോ കാരുണ്യമാണ് അല്ലാഹുവിന് നിങ്ങളോടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മാക്ക് കുഞ്ഞിനോടുള്ളതിനേക്കാളേറെ ഏറ്റവും കാരുണ്യമുള്ള ആൾ നിങ്ങളോട് നിങ്ങളുടെ റബ്ബാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ റഹ്മത്തിന്റെ വിശാലതയെ നമുക്കൊന്ന് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ലെങ്കിൽ പോലും പുണ്യനബി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നലില്ലാഹി മിഅത റഹ്മ, അല്ലാഹുവിന് 100 കാരുണ്യമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ മൊത്തം കാരുണ്യത്തെ 100ആക്കാം, മൊത്തം കാരുണ്യത്തെ 100. എന്നിട്ട് പറയുന്നു, അൻസല മിൻഹാ റഹ്മതൻ വാഹിദ ബൈനൽ ജിന്നി വൽ ഇൻസ്. അൻസല മിൻഹാ റഹ്മതൻ, അതിൽ നിന്ന് അല്ലാഹു ഇറക്കിയ റഹ്മത്ത്, വാഹിദൻ, ഒരേ ഒരു റഹ്മത്താണ് അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയത്. അത് ആരിലേക്കാണ്? ബൈനൽ ജിന്നി വൽ ഇൻസി. ആ റഹ്മത്ത് ഇറക്കപ്പെട്ടത് മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും അല്ലാഹുവിൻ്റെ സകല സൃഷ്ടികളിലേക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ 100 കാരുണ്യം, അതാ പറഞ്ഞത്, നമുക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റൂല. പക്ഷെ നമ്മൾ ശതമാനത്തിന്റെ കണക്ക് അങ്ങനെ പറയുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് പറയാം അള്ളാഹുവിൻ്റെ മൊത്തം കാരുണ്യത്തെ 100ആക്കാം. അതിൽ ഒരംശം ബൈനൽ ജിന്നി വൽ ഇൻസി, മനുഷ്യർക്കും ജിന്നുകളുടെയും ഇടയിൽ മാത്രമല്ല അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളിലേക്കും അള്ളാഹു ഈ റഹ്മത്തിനെ അള്ളാഹു ചൊരിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറക്കപ്പെട്ടത് ഒരേ ഒരു അംശം മാത്രമാണ്. ആർക്കൊക്കെ? നമ്മളെല്ലാവരും മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം, അനുകമ്പ, കാരുണ്യം, അതൊക്കെ അള്ളാഹു തന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയതിൽ ഒരംശത്തിൽ നിന്ന് മാത്രമാണ്, ഒരംശത്തിൽ മാത്രമാണ്, ഒരംശത്തിൽ മാത്രമാണ്. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് കോഴിക്കുഞ്ഞുങ്ങളുമായി ഭക്ഷണം തേടി നടക്കുന്ന കോഴിയെ, തള്ളക്കോഴി ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളുമായി ഭക്ഷണം തിരഞ്ഞു നടക്കുമ്പോ തൻ്റെ ചെറിയ കൊക്കുകൊണ്ട് കൊത്തി കൊത്തി കഴിക്കുന്നതിനിടയിൽ ആ നേരത്തൊരു പരുന്ത് പറന്നു വരുമ്പോ ആ പരുന്തിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ രക്ഷിക്കാൻ ദൂരങ്ങളിൽ നിന്ന് ഓടി വന്നിട്ട് തൻ്റെ ചിറകിൻ്റെ ഉള്ളിലേക്ക് ആ പ്രിയപ്പെട്ട കുഞ്ഞു കോഴികളെ കൊണ്ടുവരുന്ന തള്ളക്കോഴിയില്ലയോ, ആ തള്ളക്കോഴിക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള കാരുണ്യം അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ 100 കാരുണ്യത്തിൽ ഒരേ ഒരംശത്തിൽ നിന്ന് ലഭ്യമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ മനസ്സിലാക്കാം. ഹബീബായ മുത്തുനബി തങ്ങൾ ഇരിക്കുമ്പോ റസൂലുള്ളാഹിയുടെ അടുക്ക് ആ ഒരു മനുഷ്യ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ ആ നേരത്തെ ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു ചെറിയ കുഞ്ഞുണ്ട്, ഒരു ചെറിയ കിളിക്കുഞ്ഞുണ്ട്. ആ കിളിക്കുഞ്ഞുമായി ഒരു മനുഷ്യൻ ഇരിക്കുമ്പോ റസൂലുള്ളാഹി ആ മനുഷ്യനെ വല്ലാതെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ആ നേരത്തെ ചെറിയ കുഞ്ഞാണ്, കിളിക്കുഞ്ഞാണ്. ആ കിളിക്കുഞ്ഞിന്റെ മാതാവോ പിതാവോ ആകുന്ന
വലിയ കിളിക്കുഞ്ഞ്, വലിയ ഒരു കിളി ആ മനുഷ്യന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്തേ? എന്റെ കുഞ്ഞാണ് ആ മനുഷ്യന്റെ കൈകളിൽ വിട്ടുപോയത്. നിബിതങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരു ചെറിയ കുഞ്ഞ്, ഒരു കിളിക്കുഞ്ഞിനെ പിടിച്ചൊരാളിരിക്കുന്നു. അവിടേക്ക് അതിന്റെ തള്ളപ്പക്ഷി പറന്നു വരികയാണ്. ആ തള്ളപ്പക്ഷി വന്നിരുന്നപ്പോ ഈ മനുഷ്യൻ ആ തള്ളപ്പക്ഷിയെയും പിടിക്കുകയാണ്. അപ്പോഴാണ് ഹബീബായ മുത്തുനബി തങ്ങൾ പറയുന്നത്, സ്വഹാബാ, തൻ്റെ കുഞ്ഞിനു വേണ്ടി തൻ്റെ തള്ളപ്പക്ഷി ജീവത്യാഗം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ സ്വഹാബാ? അതാ തള്ളക്കോഴിയുടെ ഖൽബിന്റെ ഉള്ളിലെ കാരുണ്യമാണെങ്കിൽ അതല്ലാഹുവിൻ്റെ 100 കാരുണ്യത്തിൽ നിന്ന് ഒരംശം ഭൂമിയിലേക്ക് ഇറക്കിയതിൽ നിന്ന് അതിൻ്റെ ഭാഗമെന്ന് മുഹമ്മദ് മുസ്തഫ. ചെറിയ കുഞ്ഞിങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് ആ കുഞ്ഞ് താഴേക്ക് വീഴുമ്പോ നമ്മുടെ കുഞ്ഞല്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിലൊരു വേദനയാണ്. ഓടിച്ചെല്ലുകയാണ്, ആ കുഞ്ഞിനെ എടുക്കുകയാണ്, പരിചരിക്കുകയാണ്, സ്നേഹത്തിന്റെ വാക്കുകളെ പറയുകയാണ്. എന്തേ? കാരണം നമ്മുടെ ഖൽബിന്റെ ഉള്ളിലുള്ള റഹ്മത്താണ്. കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരിങ്ങനെ നടന്നു വരുമ്പോ കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ്. കൂട്ടത്തിലൊരു കുട്ടിയുടെ മുഖത്ത് സന്തോഷമില്ല. കളിക്കുന്നതിൻ്റെ ഇടയിൽ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിന്റെ മുഖത്ത് സന്തോഷമില്ല. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, പൊന്നുമോനെ, മസ്മുക, നിന്റെ പേരെന്താണ്? ആ കുഞ്ഞുമോന് പറയുന്നു, അബ്ദുല്ലാ, എൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അപ്പൊ ചോദിച്ചു, നിന്റെ വാപ്പയാരാ? നിന്റെ ഉമ്മയാരാ? നിന്റെ കുടുംബമേതാ? നിന്റെ വീട് എവിടെയാ? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ ചോദ്യങ്ങളെ ചോദിക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ആ നേരത്ത് ബഹുമാനപ്പെട്ടവരോട് മറുപടി പറയുന്നു, തങ്ങളെ, എൻ്റെ വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയതാണ് തങ്ങളെ. ഞാനൊരു യതീമാണ്. എങ്ങനെയാണ് വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയതെന്ന് അബ്ദുള്ള എന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോര് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ കണ്ണുകൾ നിറയുന്നുണ്ട് ഉസ്മാൻ തങ്ങളുടെ. കാരണമെന്താ? ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാണ്. നബി തങ്ങളുടെ ഒരു മകളെ വിവാഹം കഴിച്ചു. ആ പൊന്നുമോള് മരണപ്പെട്ടു. അപ്പൊ നബി തങ്ങൾ രണ്ടാമത്തെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ആ മകളും മരണപ്പെട്ടപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങളെ പറഞ്ഞു വരുത്തി, മുനാഫിക്കീങ്ങളും പറഞ്ഞു വരുത്തി. ഉസ്മാന് മോശപ്പെട്ടവനാണ്. റസൂലുള്ളാഹിന്റെ 2 പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടും ഭാഗ്യമില്ലാത്ത ഉസ്മാനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഹൃദയം വേദനിച്ചപ്പോ ഹബീബായ മുത്തുനബി തങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുന്നത് എന്താ? എനിക്ക് അല്ലാഹു 100 പെൺമക്കളെ തന്നാൽ ആ 100 പെൺമക്കളും മരണപ്പെട്ടു പോയാലും 101ാമത്തെ മകളുണ്ടായാലും അത് ഉസ്മാന് ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എനിക്ക് എത്ര പെൺമക്കളുണ്ടായാലും ശരി, അവരൊക്കെ മരണപ്പെട്ടു പോയാലും, ഒരാൾ മരണപ്പെട്ടു, രണ്ടാമത്തെ ആളെ വിവാഹം ചെയ്തു കൊടുത്തു, അവരും മരണപ്പെട്ടു, എങ്കിൽ ഞാൻ 3ാമത്തെ മകൾ വിവാഹം ചെയ്തു കൊടുക്കും. അവന് മരണപ്പെട്ടാലും പിന്നെയും ഞാൻ കൊടുക്കും. അങ്ങനെ എൻ്റെ ഉസ്മാന്, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിന്റെ വേദന മാറ്റുന്നുണ്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ആരെയാ മരുമകനായി തിരഞ്ഞെടുത്തത്? രണ്ടുപേരെ. ഒന്ന് ഉസ്മാൻ റളിയല്ലാഹു, രണ്ട് സയ്യിദുനാ അലി. ഒരാള് മുതലാളി, ഒരാള് ആലിം. ഒരാള് വലിയ മുതലാളി, എവിടെട്ടാലും 4 കാലി വീഴുന്ന ആളിലാണ്. എങ്ങനെ വീണാലും 4 കാലി വീഴും. അങ്ങനത്തെ ആളാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു. എവിടെ ചെന്നാലും മുതലാളിയാവും ഉസ്മാൻ റളിയല്ലാഹു. കച്ചവടത്തിൽ വലിയ ഹിക്മത്തുള്ള ആളാണ് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു. ഒരാളാരാ? സയ്യിദുനാ അലിയിൽ മുർത്തള റളിയല്ലാഹു അൻഹു. അന ഇൽമുൻ വഅലിയുൻ ബഅബുഹാ, ഞാൻ വിജ്ഞാനമാണ്, എന്നിലേക്കുള്ള കവാടം അലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്, ഒരു സ്വഹാബിനെ കുറിച്ച് നിബിതങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ സ്വഹാബിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയാളാണ് ഏറ്റവും വലിയ ആൾ. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കറിനെയും ഉമറിനെയും ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇവർ നാളെ എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരെന്ന് മുഹമ്മദ് മുസ്തഫ. ഞങ്ങൾ ഇതുപോലെയാണ് നാളെ സ്വർഗത്തിലേക്ക് വരുന്നതെന്ന് പുണ്യനബി പറയുന്നുണ്ട്. ഈ 2 സ്വഹാബികളെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഇതുപോലെ ആയിരിക്കും സ്വർഗത്തിലേക്ക് വരിക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഉസ്മാൻ നാളെ എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെന്ന് മുഹമ്മദ് മുസ്തഫ. അലിയാർ നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വല്ല കടമുണ്ടെങ്കിൽ നിങ്ങളാരും വീട്ടരുതേ, എൻ്റെ കടം വീട്ടേണ്ടത് അലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഓരോ സ്വഹാബികളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ കരുതും ആ സ്വഹാബത്തിരിക്കുമ്പോഴായിരിക്കുമല്ലോ അത് പറയാ, അതല്ലെങ്കിൽ മറ്റു സ്വഹാബികളുടെ ഇടയിൽ. അപ്പോൾ ആദ്യത്തിൽ വിചാരിക്കും അലി റളിയല്ലാഹു അൻഹു ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. പിന്നെ ചില ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു കേട്ടോ വിചാരിക്കും ഉസ്മാൻ തങ്ങൾക്ക് ഇത്ര പ്രാധാന്യം. സിദ്ദീഖ് തങ്ങളെ കുറിച്ച് പറഞ്ഞാലോ സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് തങ്ങളെ റസൂലുള്ളാഹി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ചുമായിരിക്കും നബി തങ്ങളുടെ ഇടപെടലുണ്ടാവുക. അപ്പോൾ ഓരോ സ്വഹാബികളെയും പറയുമ്പോൾ അവർക്ക് പ്രധാനം. എന്നാൽ ഈ ഉമ്മത്തിൽ റസൂലുള്ളാഹി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തെ ആൾ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, മൂന്നാമത്തെ ആൾ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാമത്തെ ആൾ സയ്യിദുനാ അലിയിൽ മുർത്തള. എന്നാൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളോടെയാണ് സിദ്ദീഖ് തങ്ങളെക്കാൾ മുകളിൽ അലി തങ്ങൾ വരണമെന്ന് ഒരു വിഭാഗം ആളുകൾ അവകാശപ്പെട്ടതും ഇന്ന് ആ വിഭാഗം ഷിയ എന്ന പേരിൽ അറിയപ്പെടുന്നതും. പ്രത്യേക രാഷ്ട്രീയ താല്പര്യം. ആ മാർഗം അങ്ങനെ തന്നെ. ഒന്നാമത്തെ ആൾ സിദ്ദീഖുൽ അക്ബർ തന്നെ, രണ്ടാമത്തെ നേതാവ് ഉമറുൽ ഫാറൂഖ് തന്നെ, മൂന്നാമത്തെ നേതാവ് ഉസ്മാൻ ദിന്നൂറൈൻ, ഇരട്ട പ്രകാശമുള്ള ആൾ. ദിന്നൂറൈൻ, ഇരട്ട പ്രകാശം. എന്താ ഇരട്ട പ്രകാശം? ഹബീബായ റസൂലുള്ളാഹിന്റെ 2 പെൺമക്കൾ വിവാഹം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആൾ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയുടെ അനാഥത്വത്തിന്റെ കഥ പറയുമ്പോൾ ഉസ്മാൻ തങ്ങൾക്ക് സഹിക്കുമോ? والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى. കുറിച്ചാണ് ഖുർആനിലെ ഈ ആയത്തിറങ്ങിയത്? ഹബീബായ റസൂലുള്ളാഹിനെ കുറിച്ചാണ്.
അലം യജിദ്ക യതീമൻ ഫആവാ. നബിയേ, നിങ്ങൾ യതീമായിരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ യതീമായിരുന്നല്ലോ. ആ ഹബീബിന് യതീമീങ്ങളോടുള്ള സ്നേഹം കണ്ടറിഞ്ഞ ആളാണ് സയ്യിദുനാ ഉസ്മാൻ. യതീമായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ തലയിൽ കൈകൊണ്ട് ഇങ്ങനെ കാരുണ്യത്തിന്റെ വല്ലാത്ത കാരുണ്യം കൊണ്ട്, ഒരു യതീമായ കുഞ്ഞിന്റെ തലയിൽ നിന്റെ കൈ കൊണ്ട് നീ തടവിയാൽ, ഇതുപോലെ കൈകളെ നീ നടത്തിയിട്ട് നിന്റെ ഹൃദയത്തിൽ കാരുണ്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ, ആ കാണുന്ന മുടി, നീ നിന്റെ കരങ്ങളെ സ്പർശിച്ചു പോയ മുടികളുടെ എണ്ണമനുസരിച്ച് അല്ലാഹു നിന്റെ തെറ്റുകൾ പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. യതീമികളെ പരിഗണിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാനും ദുനിയാവിലെ യതീമീങ്ങളെ പരിഗണിച്ചവനും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ നിബിതങ്ങൾ 2 വിരലുകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു പറഞ്ഞതാണ്, അവനും ഞാനും ഇതുപോലെയായിരിക്കും സ്വർഗത്തിലെന്ന് മുഹമ്മദ് മുസ്തഫ. പരലോകത്തിൽ ഞങ്ങൾ വരുമ്പോ 2 വിരലിങ്ങനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, ഞാനും യതീമിനെ സംരക്ഷിച്ചവനും ഇങ്ങനെയായിരിക്കും. ഇതൊക്കെ കേട്ട ആളല്ലേ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അബ്ദുള്ള എന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോനെ കൊണ്ടുപോവുകയാണ്. ആ കുഞ്ഞുമോനെ കൊണ്ടുപോയി ആ കുഞ്ഞുമോന് നല്ല വസ്ത്രം ധരിപ്പിക്കുകയാണ്, ഭക്ഷണം കൊടുക്കുകയാണ്. സ്വന്തമായി വീടില്ലാത്ത കുഞ്ഞുമോനാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭവനം പണിതു കൊടുക്കുകയാണ്. ആ കുഞ്ഞുമോന് പരിശുദ്ധമായ ഖുർആൻ പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഒരുക്കി കൊടുക്കുകയാണ്. ആ കുഞ്ഞിന് തന്റെ ഹൃദയത്തിൽ നിന്ന് വല്ലാത്ത കാരുണ്യം ചൊരിയുന്നു സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഏത് കാരുണ്യത്തിനാ? അള്ളാഹുവിന്റെ മൊത്തം കാരുണ്യത്തിലെ ഒരേ ഒരു അംശം ഭൂമിയിലേക്ക് തന്നതിൽ നിന്ന് ആണ് ഇതൊക്കെ. നമുക്കൊരാളോടൊരു സ്നേഹവും ഒരു അനുകമ്പയും ഒരു കാരുണ്യൊക്കെ തോന്നുന്നുവെങ്കിൽ അതും അള്ളാഹു ഇറക്കിയ 100 കാരുണ്യത്തിൽ നിന്ന് ഒരേ ഒരു കാരുണ്യത്തിന്റെ ഉള്ളിൽ പെടുന്നതും മാത്രമാണ്. എല്ലാം 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 അല്ലാഹു അവന്റെ പേരായി തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനിലേക്ക് ചേർത്തു പറഞ്ഞത് തന്നെ കതബ അലാ നഫ്സിഹി റഹ്മ. കാരുണ്യത്തെയാണ് മുത്തിന് ബഹുമാനപ്പെട്ട കാരുണ്യത്തെയാണ് അല്ലാഹു അവന്റെ നഫ്സിലേക്ക് ചേർത്തു പറഞ്ഞതും എഴുതി വെച്ചതും. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വഭാവമാണ് സത്യത്തിൽ കരുണ കാണിക്കുക, മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സ്വഭാവമാണ്. ചില ആളുകൾക്ക് നിസ്കാരമൊക്കെ ഉണ്ടാവും, പക്ഷേ ചൂടാവണ സ്വഭാവം, വേണ്ടതിനും വേണ്ടാത്തതിനും. പാവപ്പെട്ടവരെ പരിഗണിക്കാതിരിക്കുക. ഒരു ആവശ്യവുമായി വരുന്ന ഒരാളെ ഒരു സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞെങ്കിലും തിരിച്ചയക്കാൻ കഴിയാതെ വരിക. ഇങ്ങനത്തോന് പള്ളി, അതും പിള്ളക്കാട്ട പള്ളിയല്ല, മുക്കത്തെ പള്ളിയല്ല, മക്കത്തെ പള്ളി വന്ന് നിസ്കരിച്ചാലും കാര്യം ഇല്ല. എന്താ തെളിവ്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദഅലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഒരു വിഭാഗം നമസ്കാരക്കാർക്കാണ് വൈലെന്ന നരകമെന്ന് ഖുർആൻ. ഏതാ വൈലെന്ന് പറയുന്ന നരകം? നരകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭയാനകമായ ശിക്ഷയുള്ളത് വൈൽ എന്ന് പറയുന്ന നരകത്തിലാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ? ഏറ്റവും ചെറിയ ശിക്ഷ, ചെറിയ ശിക്ഷ എന്താ?
നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ തീയിന്റെ ഒരു ചെരിപ്പിട്ട് കൊടുക്കലാണ്. തീയിന്റെ ഏറ്റവും ചെറുതും നിസ്സാരവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെല്ലാവരെയും സലാമത്തിലാക്കട്ടെ. സ്വർഗത്തിലെ ഹബീബിന്റെ കൂടെ അള്ളാഹു നമുക്ക് ഇരിപ്പിടം നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. ഓർമ്മശക്തി ഉണ്ടാവാൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചെരിപ്പിടാതെ നടക്കുക എന്നുള്ളതാണ്. ചെരിപ്പിടാതെ നടക്കുക. ചെരിപ്പിടാതെ നടന്നാൽ കാലിൻ്റെ ഉള്ളിലേക്ക് മണ്ണും കല്ലൊക്കെ കുത്തും. ആ വേദന തലച്ചോറ് പെട്ടെന്നറിയും. തലച്ചോറുമായി ഏറ്റവും ബന്ധമുള്ളത് എവിടെയാ? കാലിൻ്റെ അടിയാണ്. കാരണം ഇവിടുന്നുള്ള ഞരമ്പ് മുഴുവൻ അവസാനം വന്ന് അവസാനിക്കുന്ന അവിടെയാണ്. ഒന്നുകിൽ ഇവിടുന്ന് തുടങ്ങണു ഇവിടെ അവസാനിക്കണു, അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങണു അവിടെ അവസാനിക്കണം. എന്തായാലും കണക്ഷൻ ഉണ്ട്. പോലീസുകാരുടെ ഒരു മുറയുണ്ട്. എന്തായാലും പറയാം, എൻ്റെ ഒരു പേര് പറയും, 5-ാം മുറാന്ന് അങ്ങനത്തൊക്കെ പറയുന്നൊരു പേരുണ്ട് പോലീസിൽ. എന്താ? കാല് കെട്ടിയിടുക, കാലിന്റെ അടിയിലേക്ക് അടിക്കുക. കാലിന്റെ അടിയിൽ അടിച്ചാൽ തലച്ചോറ് വരെ വേദനിക്കും. ആ കാലില് നരകത്തിൽ നിന്ന് ഒരു ചെരിപ്പ് തരിക എന്ന് പറഞ്ഞാൽ ആ ചെരിപ്പിട്ട് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ അതിന്റെ പ്രയാസം അനുഭവിക്കും. അതാണ് ഏറ്റവും ചെറുത്. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. അപ്പോ വൈലെന്ന നരകോ ഏറ്റവും ഭയാനകമായ നരകം. വൈലെന്ന നരകം ഏറ്റവും ഭയാനകമായ നരകം. വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ ചിന്തിക്കുത്രേ, നരകത്തിൽ ഏറ്റവും നല്ല ദിവസം ആദ്യത്തെ ദിവസങ്ങളായിരുന്നു. ഓരോ സമയം മാറുന്തോറും നരകത്തിലെ അദാബുകൾ കുറയല്ല, കൂടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗവും അങ്ങനെ തന്നെ. സ്വർഗത്തിലെ കുറെ നാളുകൾക്ക് ശേഷം മനുഷ്യന്മാര് പറയത്രേ, ഞാൻ അന്ന് വന്ന ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിനെക്കാളേക്ക് എത്ര നല്ല ദിവസമാണ് ഇപ്പോ എന്ന് പറയും. രണ്ടോടത്തും അതിന്റെ മാറ്റം അനുഭവിക്കാൻ കഴിയും. അള്ളാഹു സ്വർഗത്തിലൊക്കെ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. വൈലുൽ മുസല്ലീൻ, ഒരു വിഭാഗം ആളുകൾക്ക് വൈലെന്ന നരകമുണ്ട്. ആരാ വൈൽ എന്ന് പറയുന്ന നരകത്തിൽ കിടക്കുന്നത്? ഇനി അവരുടെ കുറച്ച് സിഫത്തുകൾ പറയുന്നുണ്ട്, വിശേഷണങ്ങൾ. الذين هم عن صلاتهم ساهون. ഒന്ന്, അവർ നിസ്കാരത്തിൽ അശ്രദ്ധമാകുന്നവരാണ്. നിസ്കാരത്തിൽ അശ്രദ്ധമാകുന്നവരാണ്. ചില കാര്യങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ല എന്നാണ്. ചില കാര്യങ്ങൾ വിചാരിച്ചാൽ അപ്പൊ തന്നെ ചെയ്തോളാം. അതിലൊന്ന് നിസ്കാരം. അത് നമ്മളെക്കാളൊന്നുകൂടി പെട്ടെന്നറിയ പെണ്ണുങ്ങൾക്കായിരിക്കും. ഇപ്പോൾ അവർ അലക്കിക്കൊണ്ടിരിക്കുകയാണ്, ളുഹറിന്റെ സമയത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക? അപ്പൊ അത് കുറച്ചും കൂടി അല്ലേ ഉള്ളൂ, അണ്ട് അലക്കി ഞാൻ അലക്കിരിഞ്ഞ് വെച്ചാൽ ഇനി ഊരിടൽ നടക്കൂല. അപ്പൊ എന്ത് ചെയ്യും? ഊരിട്ടതിന് ശേഷം ഒന്ന് മേലേക്കിട്ട് അല്ലെങ്കിൽ കുളിച്ചിട്ട് നിസ്കരിക്കാൻ തീരുമാനിക്കും. എത്ര സമയവും? ഒരു നേരവും. ഇനി അപ്പൊ തന്നെ അവർ കുളിക്കാൻ പോവോ? ഇല്ല. ചിലരെന്ത് ചെയ്യും? അപ്പൊ തന്നെ വേഗം വസ്ത്രം മാറിയിട്ട് പിന്നെ അടുക്കളയിൽ കയറും. ചോറെന്തേലൊക്കെ ഉണ്ടാക്കി ഒരു 2 മണി 2:30 ആകുമ്പോക്കും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇനി ഒന്ന് മേലേക്കിട്ട് കുളിക്കാൻ തീരുമാനിക്കും, നിസ്കരിക്കാൻ തീരുമാനിക്കും. മേലെഴുകി നിസ്കരിക്കാൻ വരുന്ന അതേ മുസല്ലയിലിരുന്ന് പിന്നെ അസറും കൂടെ നിസ്കരിക്കേണ്ടി വരും. നമ്മളെ വീട്ടിലത്തെ കഥ തന്നെയല്ലേ. അങ്ങനത്തെ വിഭാഗം ആളുകൾക്കാണ് വൈലെന്ന നരകം എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ നിസ്കരിച്ചിട്ട് ചില ആളുകൾ എന്ത് നേടും? നരകം നേടും. എന്തേ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവർ നിസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ചിരുന്ന ആളുകളാണ്. എപ്പോഴും ഇങ്ങനെയാകുമ്പോഴേ അശ്രദ്ധയാവുള്ളൂ. ഇടക്കാവുകയാണെങ്കിലോ? ഇടക്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരത്തെ പരിഗണിക്കുന്നവർക്കാണെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ഇപ്പൊ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് സമയമുണ്ടല്ലോ എന്ന് പറയും. മഗ്രിബിന്റെ അവ്വൽ വഖ്ത് എപ്പോഴാ? മഗ്രിബിന്റെ അവ്വൽ വഖ്ത് ബാങ്ക് കൊടുത്ത്
വളരെ പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ കിട്ടുന്ന 3 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമാണ് സത്യത്തിൽ മഗ്രിബിന്റെ ഏറ്റവും അഫ്ളലായ സമയം. മഗ്രിബിന് മുമ്പുള്ള സുന്നത്തുകളെ കുറിച്ച് ഹദീസിൽ കാണാം. ആ സമയത്ത് സ്വഹാബത്തൊക്കെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഏതെങ്കിലും ഒരു ഈറ്റപ്പനയോലയുടെ പുറകിൽ പോയിട്ട് അല്ലാഹു പറഞ്ഞിട്ട് വേഗം കൈയിട്ടു, വേഗം സുന്നത്ത് നിസ്കരിക്കും മഗ്രിബിന് മുമ്പ്. എന്തുകൊണ്ട്? അഫ്ളലായ സമയം നഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 റക്അത്ത് ഫർദ് നിസ്കരിക്കാനുള്ള സമയം, അതാണ് അഫ്ളല്. പക്ഷെ നമ്മൾ അപ്പോഴും പറയുന്ന ബാങ്ക് കൊടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, സമയമുണ്ട്, പക്ഷെ ആ സമയത്തിലേക്ക് നമ്മൾ കടന്നാൽ അശ്രദ്ധമായി നഷ്ടപ്പെട്ടു. അസ്റിന്റെ സമയം മഗ്രിബ് വരെയുണ്ട്. ചില ആളുകൾ മഗ്രിബിന്റെ നേരത്തെ അസ്ർ നിസ്കരിക്കൂ. പ്രത്യേകിച്ച് നമ്മൾ ഉമ്മമാരിൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു ശീലം എന്താ, അത് ളുഹർ നിസ്കരിക്കാൻ വേണ്ടി വന്നിരുന്നാൽ പിന്നെ ആ നിസ്കാരപ്പായയിലിരുന്ന് നിസ്കാരം കഴിഞ്ഞ് ഔറാദൊക്കെ കഴിഞ്ഞ് ഇരിക്കണ സമയത്ത് മോനോ ഭർത്താവോ ഉണ്ടെങ്കിൽ അല്ല അസ്ർ ബാങ്ക് കൊടുത്തോന്ന് ചോദിക്കും. കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ അതും കൂടി നിസ്കരിച്ചിട്ട് എണീക്കാം. സത്യത്തിൽ ഇവിടെ അശ്രദ്ധരായില്ലേ ളുഹറിന്റെ കാര്യത്തിൽ. നിസ്കരിക്കണ്ടെന്നാണെങ്കിൽ പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, കുഫർ തന്നെ. ഇത് നിസ്കരിക്കും, പക്ഷേ അശ്രദ്ധമാണ് കാര്യങ്ങൾ. ചില കാര്യങ്ങളെ വൈകിക്കാൻ പാടില്ല. ഒന്ന് നിസ്കാരം ഇപ്പോ നിസ്കരിക്കേണ്ട സമയമാണ് എന്നതിൽ സാഹചര്യം ഒത്തു വന്നാൽ പെട്ടെന്ന് നിസ്കരിക്കണം, ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെടും. അത് ഹനഫി മദ്ഹബുകളിലൊക്കെ അങ്ങനെയുണ്ട്. പക്ഷെ നമ്മളവിടെ പിടിക്കേണ്ടത് നമ്മുടെ സമയമാണ്. ഇപ്പൊ തൃശ്ശൂര് ഒരു പള്ളിയുണ്ട്. ആ തൃശ്ശൂരിലെ പള്ളി ഹനഫി പള്ളിയാണ്. അവിടെ ഏകദേശം ഒരു 5, 10, 5:30 ഒക്കെ ആവണ സമയത്താവും അസ്ർ ബാങ്ക് കൊടുക്കുക. അവർക്ക് അങ്ങനെ ഉണ്ടാവും. കുറച്ച് ഉള്ളിൽ കയറിയിട്ടൊരു പള്ളിയാണ്, ഒരു പഴയ പള്ളിയാണ്, ഹനഫി പള്ളിയാണ്. അപ്പൊ അവർക്ക് അങ്ങനെയാണ്. അപ്പോ നിസ്കാരം ശ്രദ്ധിക്കണം. നിസ്കരിക്കേണ്ട സമയമായാൽ നിസ്കരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. നമ്മളൊക്കെ അതിൽ അശ്രദ്ധനാണ്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നിസ്കാരത്തിനോട് പ്രത്യേകമായ ലദ്ദത്ത് അള്ളാഹു നമുക്ക് തരട്ടെ. എന്തേ? അത് മിഅ്റാജുൻ നബിയിൽ മുസ്തഫ, മുത്തുനബിയുടെ മിഅ്റാജല്ലേ നിസ്കാരം. അള്ളാഹു നിസ്കാരത്തിനോട് നമുക്ക് വല്ലാത്തൊരു മഹബ്ബത്തിന് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് നിസ്കരിക്കാൻ സമയമായാൽ പെട്ടെന്ന് നിസ്കരിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം, ഒരാൾ മരിച്ചാൽ പെട്ടെന്ന് മറവി തോന്നണം. ഗൾഫിൽ നിന്ന് മോൻ വരട്ടെ, അമ്മായി വരട്ടെ, നാത്തും വരട്ടെ, ഖൈറില്ല, ഒരു ഖൈറുമില്ല. ഒരാൾ മരണപ്പെട്ടാൽ പെട്ടെന്ന് മറവി തോന്നണം. അതാ മനുഷ്യനോട് നമുക്കുള്ളൊരു ബാധ്യതയാണ്. മൂന്നാമത്തേത്, ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി വിവാഹപ്രായമെത്തിയാൽ അവർക്ക് കല്യാണം കഴിച്ചാൽ നല്ലതാണ് എന്ന് തോന്നിയാൽ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു. പിന്നെ വാപ്പാടെ സജഷൻ എന്ന മോളിന്ന് കുറച്ചുകൂടി പഠിച്ചിട്ട് മതി, അങ്ങോട്ട് വെക്കണ്ടെന്ന് അർത്ഥം. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ ആ പെൺകുട്ടിയെ വിശ്വസ്തയോടുകൂടെ പറഞ്ഞയക്കാൻ കഴിയുമെങ്കിൽ ദീനിന്റെ നിയമമനുസരിച്ച് ആ പെൺകുട്ടിയെ പഠിപ്പിക്കാം. പക്ഷേ ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ കല്യാണം കഴിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് അവരുടെ കാര്യം നമ്മൾ നടത്തി കൊടുക്കണം. എന്തേ? ഇല്ലെങ്കിൽ ഹറാമിലേക്ക് പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പൊതുവെ ഇന്നത്തെ വലിയൊരു ചർച്ച പെൺകുട്ടികൾക്ക് ഇന്ന് കല്യാണം വേണ്ട എന്നുള്ളതാണ്. ചെക്കന്മാർക്കൊന്നും പെൺകുട്ടികളെ കിട്ടാനില്ല. അത് എളുപ്പമാണല്ലോ. ബ്രോ എന്ന് വിളിക്കാം, ബ്രോ പേര് വിളിക്കാം. ബഹുമാനം നഷ്ടപ്പെടും. അന്ത്യനാളിന്റെ അടയാളമായി റസൂലുള്ള പറയുന്ന അടയാളം എന്തെന്നറിയുമോ സ്വഹാബാ? സ്ത്രീകളിൽ ലജ്ജ നശിക്കലാണ്, നഷ്ടപ്പെടലാണ് അന്ത്യനാളിന്റെ അടയാളമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണിന്റെ വല്ലാത്ത സൗന്ദര്യമുള്ളത് ലജ്ജയിലാണ്. അവള് കാണിക്കുന്ന, അവളിൽ അടങ്ങിയിരിക്കുന്ന ലജ്ജ എന്ന സ്വഭാവത്തിലാണ്. അതൊരു പെണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അത് അന്ത്യനാളിന്റെ അലാമത്താണെന്ന് മുഹമ്മദ് മുസ്തഫ.
അത് ഏറ്റവും വലിയ നന്മയാണ് ലജ്ജ. പുണ്യനബി ഒരു പെണ്ണ് വരുന്നുണ്ട് റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക്. ആ പെണ്ണ് വന്നിട്ട് ഹബീബായ നബി തങ്ങളുടെ മുമ്പില് ശരീരം മുഴുവനും മറച്ചൊരു പെണ്ണ് വരുന്നുണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പില്. എന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഞാൻ അപസ്മാര രോഗിയാണ് നബിയേ. അപസ്മാര രോഗം. നബിയോട് പറയുന്ന റസൂലേ, എന്റെ രോഗം മാറാൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. അപസ്മാര രോഗമുണ്ട് നബി, എന്റെ രോഗം മാറാൻ വേണ്ടി ദുആക്കണം. ഇതൊരു സ്വഹാബി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പിന്നീട് ഒരിക്കൽ പറയുന്നൊരു സംഭവമാണ്. അങ്ങാടിയിലൂടെ ഒരു കറുത്തൊരു പെണ്ണിങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ഹിജാബൊക്കെ നിയമമാക്കുന്നതിന് മുമ്പായിരിക്കാം കാണുന്നത്. ഹിജാബ് നിർബന്ധമാക്കി ആയത്ത് ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ മുഖം മറക്കണം, നിങ്ങളുടെ മുഖമക്കന കൊണ്ട് നിങ്ങളുടെ മുൻഭാഗത്തേക്ക് ഇടണം എന്ന് ഖുർആനിൽ നസ്സായ ആയത്തുണ്ട്. അപ്പൊ ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പായിരിക്കാം. ഇബ്നു മസ്ഊദ് തങ്ങളാണ് എന്റെ ഓർമ്മ. രണ്ട് സ്വഹാബികൾ ഇരിക്കുന്ന സമയത്ത് ഒരു കറുകറുത്ത വിരൂപിയായ ഒരു പെണ്ണ് ഒരു വഴിയിലൂടെ നടന്നു പോകുന്നു. ആ നടന്നു പോകുന്ന സമയത്താണ് ഈ സ്വഹാബി പറയുന്നത്, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ കാണണോ? കൂട്ടുകാരൻ പറഞ്ഞു, ആ കാട്ടിക്കൊടുത്തു, ഈ പെണ്ണ് സ്വർഗത്തിലാണ്. ആ പെണ്ണാണെങ്കിലോ കറുത്ത പെണ്ണാണ്. അപ്പോ ചോദിച്ചു, എന്തേ കാരണം? അപ്പോഴാണ് മറുപടി വരുന്നത്, ഞങ്ങൾ ഒരിക്കലും ഹബീബായ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുമ്പോ ആ നേരങ്ങളിൽ ഈ പ്രിയപ്പെട്ട പെണ്ണ് റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ അപസ്മാര രോഗിയാണ് നബിയേ, എന്റെ രോഗം മാറാൻ അങ്ങൊന്ന് ദുആ ചെയ്യണം റസൂലേ. നബിയേക്ക് അപസ്മാര രോഗമുണ്ട്, അത് മാറങ്ങൾ ദ്വാരക്കണം. റസൂലുള്ളാഹി ആ പെണ്ണിനോട് പറയുന്ന, പെണ്ണേ, ഞാൻ നിന്റെ രോഗം മാറാൻ ദുആ ചെയ്താൽ അല്ലാഹു നിന്റെ രോഗം മാറ്റിത്തരും. അതല്ല, നീ ആരോഗ്യയായിരിക്കെ ക്ഷമിച്ചു മരണപ്പെട്ടാൽ അല്ലാഹു നിനക്ക് സ്വർഗം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ട് ഓപ്ഷൻ. ഞാൻ ദ്വാരന്ന അല്ലാഹു എന്ത് ചെയ്യും? മാറ്റിത്തരും. അതല്ല, ഫഇൻ സബർതി, നീ അതിൽ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് അല്ലാഹു സ്വർഗം തരും. ഏത് വേണം? സ്വർഗം കേട്ടാ പിന്നെ ദുനിയാവിലെ ചെറിയൊരു പരീക്ഷണത്തിന്റെ മേൽ അല്ലാഹു സ്വർഗം തരുമെങ്കിൽ അതുപോലെ. അതും പറഞ്ഞതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ പറഞ്ഞു, നബിയേ, എനിക്ക് സ്വർഗം മതി. സന്തോഷത്തോടെ ആ പെണ്ണ് നടന്നുപോയി. ഒരൽപ ദൂരം നടന്ന് തിരിച്ചു വന്നു പിന്നെയും റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് വേണ്ടി ഒരു കാര്യത്തിന് നിങ്ങൾ ദുആ ചെയ്യണം. എന്താണ് കാര്യമെന്നറിയുമോ? ഞാൻ അപസ്മാര രോഗം വരുന്നത് എനിക്ക് അങ്ങാടിയിൽ നിൽക്കുമ്പോഴാകാം, ജനങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോഴാകാം, ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോഴാകാം. ആ നേരത്ത് എനിക്ക് അപസ്മാര രോഗം വരുമ്പോ, എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോ എൻ്റെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ നീങ്ങിപ്പോകാറുണ്ട് നബിയേ. നബിയേ, എനിക്ക് രോഗം വരുമ്പോ, എന്റെ സമനില തെറ്റിപ്പോകുമ്പോ, ആ രോഗത്തിന്റെ വല്ലാത്ത പ്രതിസന്ധിയിൽ ഞാൻ നിലകൊള്ളുമ്പോ, എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീങ്ങിപ്പോകുമ്പോ, നബിയേ, എന്റെ ഔറത്ത് വെളിവാക്കപ്പെടുമല്ല റസൂലേ. നിലത്ത് വീണ് കിടക്കുമ്പോ എൻ്റെ ശരീരത്തിൽ നിന്ന് കാൽഭാഗത്ത് നിന്ന് ചിലപ്പോ വസ്ത്രം മാറിയേക്കാം, കൈഭാഗത്ത് നിന്ന് വസ്ത്രം മാറിയേക്കാം, എൻ്റെ മുഖത്തിൽ നിന്ന് വസ്ത്രം മാറിയേക്കാം. യാ റസൂലല്ലാഹ്, ഞാനങ്ങനെ രോഗിയായിരിക്കുമ്പോ, എനിക്ക് അപസ്മാരം വരുമ്പോ എൻ്റെ ഔറത്തുകളെ വെളിവാകാതിരിക്കാൻ അങ്ങ് ദുആ ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊരു നാണുള്ള പെണ്ണിനല്ലാതെ പറയാൻ പറ്റൂല. അപ്പൊ റസൂലുള്ളാഹി അവിടെ വെച്ച് ദ്വാരം കൊടുത്തു. എന്നിട്ട് ആ പെണ്ണ് പോയി എൻ്റെ ശേഷം പറഞ്ഞു, ആ പെണ്ണിന് അല്ലാഹു സ്വർഗം സന്തോഷം നൽകിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലജ്ജ ജീവിതത്തിന്റെ ഭാഗമാണ്.
പണ്ടുള്ള ഉമ്മാര് ഈ കൂട്ടുകുടുംബ സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമല്ലേ, ആ കാലത്തെ ഉമ്മമാര് പുറത്തു നിന്ന് ആരെങ്കിലും തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ചു വന്നാൽ ആ ഉമ്മയുടെ ഇടപെടൽ എങ്ങനെയാണ്? നല്ല തറവാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, പഴയ തറവാട്ടുകാർ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ ജീവിക്കുമ്പോൾ എങ്ങനെയാ? ജനലിന്റെ അവിടെ വരും അല്ലേ, എന്നിട്ട് അതിന്റെ ഒരു പൊളി തുറക്കും. ആരാ? അല്ല, ഞാനിങ്ങനെ ആചാര തെരഞ്ഞു വന്നതാ. മൂപ്പര് ഇവിടെ ഇല്ലാട്ടോ. മലപ്പുറത്തേരാണെങ്കിൽ അങ്ങനെ തന്നെ പറയും, മൂപ്പര് ഇവിടെ ഇല്ലാട്ടോ. എവിടെ പോയതാ? മൂപ്പര് പാടത്ത് പോയിക്കാൻ പാടത്തേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിയതാണ് രാവിലെ. ആര് വന്നു എന്നാ പറയണ്ടേ? ഇന്നാല് വന്നു എന്ന് പറയുന്നു. കഴിഞ്ഞു. വീടിന്റെ പുറത്തേക്ക് വരൂല. അതൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥകൾ ഉണ്ടായിരുന്ന ആ ഒരു കുടുംബങ്ങളിൽ ഞാനൊക്കെ ഉസ്താദ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇന്ന് ബെല്ലടിച്ചാൽ ആദ്യം പുറത്തേക്ക് ഓടി വരാൻ താല്പര്യം കാണിക്കുന്നത് പെണ്ണുങ്ങളാണ്. താല്പര്യം കാണിക്കുന്നത് പെണ്ണുങ്ങളാണ് കൂടുതൽ. ആണുങ്ങൾ ആ വിഷയത്തിൽ പൊതു മടിയന്മാരുമാണ്. ഇനിയിപ്പോ കടം കൊടുത്തവനാണെങ്കിലും നമ്മള് കടം വാങ്ങിയവനാണെങ്കിലും അപ്പൊ പിന്നെ എന്തായാലും കുടുങ്ങൂലേ. പിന്നെ നമ്മള് അവരൊക്കെ വലിയ കള്ളന്മാരായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വാതിലിന്റെ ഡോറും നമ്മള് എത്തിച്ചോക്കാനുള്ള സാധനം വെച്ചു അല്ലേ. അകലെ നിൽക്കുന്നവനടുത്ത് കാണാവുന്ന ഒരു സാധനം ഡോറും വെച്ചു. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. കടം വാങ്ങാൻ വന്നവരാണെങ്കിലും ചിലപ്പോ കടം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ളതാണെങ്കിലും അല്ലെങ്കിലും പൊതുവെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ പോയി നോക്കാൻ ആണുങ്ങൾക്ക് ഇപ്പൊ പൊതുവെ മടിയാണ്. പൊതുവെ ആണുങ്ങൾക്ക് അതിൽ മടിയാണ്, പെണ്ണുങ്ങൾക്ക് അതിൽ താല്പര്യമാണ്. പിരിവിന് വരുന്നവരുണ്ടാവും. പിരിവിന് വരുന്നവരടുത്തൊക്കെ സത്യത്തില് അവർക്ക് പൈസയേക്കാൾ സന്തോഷം ഉണ്ടാവുന്നത് നമ്മൾ കൊടുക്കുന്നൊരു വാക്കിനായിരിക്കും. ലണ്ടൻ അങ്ങാടിയിലൂടെ തെരുവീതികളിലൂടെ ആടുകൾ ഇങ്ങനെ നടന്നു പോവാണ്. ആ നേരത്തെ ഒരു മനുഷ്യൻ യാചകനായിരിക്കുന്നു. അദ്ദേഹം തൻ്റെ യാചനയുടെ പാത്രം നീട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ നാട്ടിൽ ഏറ്റവും സമ്പന്നനായ എല്ലാവരാലും അംഗീകരിക്കുന്ന ഒരു മനുഷ്യന് കടന്നു പോകണം. ആ കടന്നു പോകുന്ന സമയത്ത് ഈ യാചകനായ മനുഷ്യൻ എന്തെങ്കിലും അയാളിൽ നിന്ന് കാര്യമായി കിട്ടുമെന്ന പ്രതീക്ഷയിലിരിക്കുകയാണ്. അങ്ങനെ ഈ യാചകൻ അയാളുടെ മുമ്പിലും കൈനീട്ടി. തൻ്റെ പാത്രം നീട്ടിയപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പോക്കറ്റൊക്കെ തപ്പി, പേഴ്സൊക്കെ തപ്പിയപ്പോൾ അതിലൊന്നും പൈസ ഇല്ല. അങ്ങനെ ഈ യാചകനോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് മാപ്പാക്കണം. നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ഇരുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, നീ എന്നോട് മാപ്പാക്കണം. അടുത്ത തവണ ഞാൻ നിന്നെ കാണുമ്പോ ഞാൻ നിന്നെ സഹായിക്കാം. ആ നേരത്ത് ഇദ്ദേഹം തന്റെ കയ്യിലിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ യാചകന്റെ കയ്യിലിരിക്കുന്ന ഭിക്ഷപാത്രം അദ്ദേഹം വലിച്ചെറിഞ്ഞു. അദ്ദേഹം ഈ മനുഷ്യനെ ചേർത്ത് പിടിച്ചു, കെട്ടിപ്പിടിച്ചു. വികാരഭരിതനായി ഈ മനുഷ്യൻ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ ഈ സമ്പന്നനായ മനുഷ്യൻ ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാ കരയണത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾ എനിക്ക് സമ്പത്ത് തരുന്നതിനേക്കാളും വലിയ സന്തോഷമാണ് നിങ്ങൾ എനിക്ക് തന്നത്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്നെ കളിയാക്ക? നിങ്ങൾ സഹായം ചോദിച്ചപ്പോ ഞാൻ പൈസ ഒന്നും തന്നിട്ടില്ലല്ലോ, നിങ്ങൾ എന്നെ കളിയാക്ക? പറഞ്ഞു, അല്ല, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഈ പ്രയാസങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുമ്പോ പോലും ഒരു മനുഷ്യൻ പോലും എന്നോട് ഏ സ്നേഹിത എന്ന ഒരു വിളി എന്നെ വിളിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ നിങ്ങൾ എന്നെ കോടിക്കണക്കിന് രൂപ തന്ന് സഹായിച്ചതിനേക്കാളും എന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചത് സ്നേഹിത എന്ന നിങ്ങളുടെ വിളിയാണ്. ആ വിളി കേൾക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. ഇതാണ് ഒരു മനുഷ്യന്റെ ഹൃദയം. മനുഷ്യന്മാരൊക്കെ നല്ല വാക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തൊരു ആരുമില്ല. പിന്നെ പൈസ കിട്ടിയേ പോകൂ എന്ന് വിചാരിച്ചവന്റെ മുമ്പില് എത്ര നല്ല വാക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. എന്തേ? അവൻ നമ്മൾ സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിട്ടല്ലോ, ഒന്നും കൊടുക്കാനില്ല, പക്ഷെ എങ്കിലും നമ്മൾ സമാധാനത്തിന് വർത്താനം പറഞ്ഞു.
അതുകൊണ്ടാണ് റസൂലുള്ള പറയുന്നത്, നിങ്ങൾ സ്വതക ചെയ്യുമ്പോ ഒരു മനുഷ്യന് ഒന്നും സ്വതക കൊടുക്കാനില്ലെങ്കിലും ഒരു നല്ല വാക്ക് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത് സ്വതകയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാളുടെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല, പക്ഷെ നല്ല വാക്ക് പറയാം. ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല കേട്ടോ പറയാ. അത് പിരിവേരം വന്നായാലും ആര് വന്നാലും കൊടുക്കാൻ വല്ലതുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചെറിയ കുട്ടികളുടെ കയ്യിൽ കൊടുത്തുവിടലാണ്. ഒന്നുകിൽ നമ്മളെ കുട്ടി അല്ലെങ്കിൽ പേരക്കുട്ടിയുടെ കയ്യിലൊക്കെ എന്ത് ചെയ്യാം, കൊടുത്തുവിടാം. കൊടുത്തു വിടുമ്പോൾ ഒരു കാര്യം കൂടിയും ചെയ്യാം. ഞങ്ങളോട് പണ്ടില്ലേ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ പൈസ വെക്കേണ്ട രൂപം ഇല്ലേ, ചേരാ ഓർമ്മല്ലേ? 50, 100, 200, 500 ഇങ്ങനെ പൈസ കരുതണം. അപ്പൊ ഖത്തീബ് ഉസ്താദ് ഖുതുബ, അപ്പൊ ഞാൻ തന്നെയല്ലേ, ഇപ്പോ ഖുതുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു വിഷയം പറയാണ്. ഒരു പാവപ്പെട്ട സഹോദരൻ വന്നിട്ടുണ്ട്, അദ്ദേഹം പ്രയാസത്തിലാണ്, നിങ്ങളെ കഴിയുന്ന സ്വതക്ക കൊടുക്കണം. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാം, 20 കൊടുക്കണോ, 50 കൊടുക്കണോ, 100 കൊടുക്കണോ. നമ്മളപ്പോ തീരുമാനത്തിലെത്തി. രണ്ടാമതൊരാള് പിറ്റത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച പറഞ്ഞു, ഒരു പാവപ്പെട്ട സഹോദരൻ, അദ്ദേഹം രോഗിയാണ്, അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണ്, സ്വന്തമായിട്ട് വീടില്ല, അതുമാത്രമല്ല ആ മൂത്ത പെൺകുട്ടിയുടെ കല്യാണവുമാണ്, നിങ്ങൾ സഹായിക്കണം. അപ്പൊ ആദ്യം പറഞ്ഞതിനേക്കാൾ കുറച്ച് കൂടുതൽ ഗൗരവമുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് തീരുമാനിക്കാം, 200 കൊടുക്കണോ, 500 കൊടുക്കണോ, അങ്ങനെ കരുതി വരണം. അപ്പോ ഇനി അങ്ങനെ ഒരാളുടെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല, എന്നാൽ അവന് മറ്റൊരാളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതും സ്വതഖയായി അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ നിസ്കാരത്തിൽ നിന്നാണ് ഇതിലേക്കൊക്കെ പോയത് അല്ലേ, അവസാനിപ്പിക്കാറായി. നിസ്കാരത്തിൽ നിന്നാണ്. അപ്പൊ നിസ്കാരത്തിൽ നമ്മൾ വല്ലാതെ അശ്രദ്ധരാണ്. ഇനി ആ നിസ്കാരത്തിൽ അശ്രദ്ധരാകുന്നതോടൊപ്പം നമ്മൾ മഗ്രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയത്താണ് അസ്ർ നിസ്കരിക്കുന്നതെങ്കിലോ പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കും, വേഗത്തിലാക്കും, ഫർള് മാത്രം എടുക്കും, സുന്നത്തിന് നമ്മൾ ഒഴിവാക്കി. ഇത് ഒരു ദിവസമൊക്കെ ചിലപ്പോൾ വരാം. തുടർച്ചയായി വരികയാണെങ്കിലോ അത് ആ നിസ്കാരം കൊണ്ടവൻ നരകം നേടിയെടുക്കാൻ കാരണമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഭർത്താവിന്റെ ഭാര്യയിൽ കാണുന്ന കൺകുളിർമ ഒരു പെണ്ണ് നിസ്കരിക്കുന്നത് കാണല. എന്തുകൊണ്ട്? അവളുടെ നിസ്കാരം ഒരു മാസത്തിൽ ഒരു പ്രത്യേക സമയത്ത് നിലച്ചു പോകും. വീണ്ടും അത് ഓർഡറാക്കി കൊണ്ടുവരാൻ വല്ലാത്ത പ്രയാസാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് വിഷയങ്ങളെ പരിഹരിക്കാൻ നിസ്കാരം കൊണ്ട് മാത്രം കഴിയും. സത്യത്തിൽ പുരുഷന്മാർ ഒരു വീട്ടിലുണ്ടാക്കേണ്ടുന്ന ബറക്കത്തിനേക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മമാർക്കാണ്. സുന്നത്ത് നിസ്കരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എവിടെയാ? പള്ളിയുടെ ചെരുവ, വീടാണ്. ഒരുപാട് പ്രതിഫലം. ഒന്ന്, പള്ളിയിലേക്ക് വുളു എടുത്തു വരികയാണ്, ഓരോ ചവിട്ടടിക്കും മലക്കുകൾ അവന് വേണ്ടി ദ്വാരക്കാൻ സാധ്യതയുണ്ട്. എന്തേ? അവൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ഹിഫ്ളിനാണ് വരുന്നത്, അവൻ വുളുയിലാണ്, അള്ളാഹുവിന്റെ ഒരു സംരക്ഷണത്തിലാണ്. അതേസമയം അവൻ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിച്ചു വരിക, എന്തേ? വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ ആഗ്രഹിച്ചു. എന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും നിസ്കരിക്കാൻ ഏറ്റവും അഫ്ളലായ സ്ഥലം ഖൈറു ബുയൂത്തിഹിന്ന, അവളുടെ വീടിന്റെ അകത്തളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിസ്കാരാണെങ്കിലോ റഹ്മത്തിനെ കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഏതൊരു മനുഷ്യനെയും തെറ്റുകളിൽ നിന്ന് തടയാൻ കഴിയുന്നത് ഇന്ന സ്വലാത്ത, തീർച്ചയായും നിസ്കാരം എന്നത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തെറ്റുകളിൽ നിന്നും ഒരു മനുഷ്യനെ സംരക്ഷിക്കാൻ നിസ്കാരത്തിന് കഴിയുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ.
ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ബാങ്ക് കൊടുത്തു, അപ്പൊ തന്നെ നിസ്കരിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ തന്നെ നിസ്കരിക്കണോ? ഖുർആൻ ഓതൽ സുന്നത്താണ്, നിസ്കരിക്കൽ ഫർളാണ്. അവിടെ വ്യത്യാസം. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ചെയ്യുന്ന ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വീകരിക്കപ്പെടുന്ന സമയം ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ. ആയത്തുൽ കുർസിയുടെ മഹത്വം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ ആയത്തുൽ കുർസി ഓതണുണ്ട്. പണ്ടെപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പോലെ പറയാം. ഇന്നിപ്പോ പരിശുദ്ധമായ മഗ്രിബ് ബാങ്ക് കൊടുത്തു. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ മഗ്രിബ് ബാങ്കിന് ശേഷമുള്ള ദുആ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ എന്ന ദുആ ചെയ്തതിനു ശേഷം ഒരു തവണ ആയത്തുൽ കുർസി ഓതുക. ഒരു തവണ ആയത്തുൽ കുർസി ഓതി പിന്നെ ഇശാ ബാങ്ക് നമ്മൾ കേട്ടു, ജവാബ് കൊടുത്തു. ശേഷം ബാങ്കിന് ശേഷമുള്ള ദുആ ചെയ്തതിന് ശേഷം ഒരു തവണ വീണ്ടും ആയത്തുൽ കുർസി ഓതിയാൽ ഈ രണ്ട് ആയത്തുൽ കുർസിയുടെ ഇടയിലും അവൻ ചെയ്തു പോയ ചെറിയ തെറ്റുകൾ അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ്, നിസ്കരിക്കൽ ഫർള്. അപ്പൊ നിസ്കാരത്തിലേക്ക് ഇത് കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അവന്റെ ചെറിയ തെറ്റുകൾ നമ്മൾ ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ റഹ്മത്ത്, നമ്മുടെ റഹ്മത്തല്ലേ പറയുന്നത്, അള്ളാഹുവിന്റെ റഹ്മത്ത് ആലോചിച്ച് നോക്കി. മനുഷ്യന്മാരെ, നമ്മൾ വുളു എടുത്താൽ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തുള്ളി ഇറ്റി വീഴുന്നതിനനുസരിച്ച് നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തുതരാണ്. അതുകൊണ്ടാണ് വുളു എടുത്തതിന് ശേഷം തുടക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. വുളുവിന് ശേഷം തുടക്കൽ കൊടയിലൊക്കെ കറാഹത്താണ്. എന്തേ? ഒരു മനുഷ്യൻ മുഖം കഴുകുമ്പോ അവന്റെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണ്? അല്ലാ, ഈ കണ്ണുകളെ കൊണ്ട് കാതുകളെ കൊണ്ട് എൻ്റെ മുഖം കൊണ്ട് ഞാൻ ഒരുപാട് ഹറാമിനെ കണ്ടു അല്ലാ, ഒരുപാട് ഹറാമിലേക്ക് നോക്കി അല്ലാ, ഒരുപാട് ഹറാമിനെ ചിന്തിക്കാൻ കാരണമായി തമ്പുരാനെ മാപ്പാക്കണേ അല്ലാ എന്ന ഓർമ്മയിലാണ്, ബോധ്യത്തിനാണ് അവൻ മുഖം കഴുകേണ്ടത്. ഓരോ അവയവം കഴുകുമ്പോൾ അങ്ങനെയാണെങ്കിലോ മുഖം കഴുകി അതിന്റെ വെള്ളത്തുള്ളി ഇറ്റി വീഴുന്നതോടുകൂടെ അവന്റെ ചെറുപാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റഹ്മത്തല്ലേ. ഒരാൾ വുളൂഇലായി മരണപ്പെട്ടാലോ അവന് വേണ്ടി മലക്കുകൾ അവന് സംരക്ഷണം ഒരുക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. വുളൂഇനെ കുറിച്ചൊന്ന് കാര്യമായിട്ട് പറയേണ്ട വിഷയമാണ്. എപ്പോഴെങ്കിലും നമുക്ക് കൂട്ടത്തിൽ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ വുളൂഇനെ പറയും. അപ്പൊ ഈ ആയത്തുൽ കുർസി ശീലം. അപ്പൊ ബിസ്മി എല്ലാവരും ഓതുന്നുണ്ടെന്ന് വിചാരിക്കണം. മഗ്രിബിനും സുബ്ഹിനും ശേഷം 19 തവണ ഉമ്മമാരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് ദായിമാക്കി കൊണ്ടുനടന്നാൽ ഒരുപാട് ഖൈറുണ്ടാവും. നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു, ആ രോഗം വന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു ഫാത്തിഹ, ബദരീങ്ങൾക്കൊരു ഫാത്തിഹ, അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു മഹാൻ, മുഹിദ്ദീൻ ഷെയ്ഖോ ഖാജപ്പാപ്പയോ ആരെങ്കിലും ഒരു മഹാൻ, അങ്ങനെ ഒരു ഫാത്തിഹയും കൂടി ഒരു 3 ഫാത്തിഹ ഓതി പിന്നെ ഒരു 19 ബിസ്മി ചൊല്ലി മന്ത്രിച്ചാൽ മാത്രം അതിന്റെ ഗുണം കാണാൻ പറ്റും. സ്ഥിരമായി ചെയ്യുന്ന അമലുകൾക്ക് വലിയ കൂലി. ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞ് അവസാന വക്തത്തിലൊക്കെ വരും. നിസ്കാരത്തിൽ അവസാനത്തെ വക്തത്തിൽ വന്നിട്ട് നിസ്കാരത്തിൽ കൂടിയതിന് ശേഷം ഇയാൾ നിസ്കാരം പൂർത്തിയാക്കുന്ന സമയത്ത് അവിടെ ദ്വാരക്കായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ദുആയിൽ കൂടും. അതിന് ശേഷം സ്വലാത്തിൽ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം അലൈക അർജുസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം എന്ന് പറഞ്ഞ് സാധാരണ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ചെയ്യും. എന്തുകൊണ്ട്? അവിടെ ഏറ്റവും അഫ്ളൽ ആ ദിക്റിനാണ്, സ്ഥിരമായി ചെയ്യുന്നതാണ്. ഞങ്ങളുടെ പറഞ്ഞില്ലേ, സ്ഥിരമായി ചെയ്യുന്ന കുറഞ്ഞ അമലുകൾക്ക് വലിയ പ്രതിഫലം അല്ലാഹു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. കുറേ ചെയ്യലല്ല, കുറച്ച് സ്ഥിരമായിട്ട് ചെയ്യാം. അതിലിനി ഏതെങ്കിലും ഒരു കാരണവശാൽ മുടക്കം വന്നാൽ പോലും അള്ളാഹു ചെയ്തതായിട്ട് രേഖപ്പെടുത്തും. ഇപ്പൊ നമ്മുടെ നാട്ടില് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ചൈനയിൽ ചില സ്ഥലങ്ങളിൽ ഇല്ല. എന്നാൽ അവർ കൃത്യമായി അങ്ങനെ പള്ളിയിൽ പോയിരുന്ന ആളുകളാണ്. ഒരു സമയത്ത് രാജ്യം കൊണ്ടുവന്ന നിയമത്തിൽ അവർക്ക് പോകാൻ പറ്റാത്തതാണെങ്കിൽ അവരാ വിഷയം ആര് പരിഗണിക്കും?
അള്ളാഹു പരിഗണിക്കും. പിന്നെ ഒരു പള്ളി പോവാൻ പറ്റിയില്ല, വീട്ടിൽ നിസ്കരിച്ചാലും എന്തിന്റെ കൂലി കൊടുക്കും? പള്ളി നിസ്കരിച്ച കൂലി കൊടുക്കും. എന്തുകൊണ്ട്? ആയ കാലത്ത് പള്ളി പോയിട്ടുണ്ട്. നമ്മളെ ഭാഷയെ പറഞ്ഞ ആയ കാലത്ത് പോയി. ഇത് പറ്റാത്ത കാലാണ്. ചില ഉപ്പാർക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും. എല്ലാ വക്തിനും പള്ളിയിൽ വന്നു, പക്ഷേ ഇപ്പൊ രോഗിയാണ്, വെള്ളിയാഴ്ച മാത്രമേ വരാൻ പറ്റുള്ളൂ. സങ്കടം ഉണ്ടാവും. ആ സങ്കടം ആ വാപ്പയുടെ ഈമാനാണ്. ആ വാപ്പാക്ക് ആ പള്ളിയോടുള്ള ഒരു ആത്മബന്ധമാണത്. ആ ആത്മബന്ധം ആ വാപ്പയുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് ആ വാപ്പ പിന്നെ ഓരോ തവണ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ പോലും അള്ളാഹു പള്ളിയിൽ വന്ന് നിന്ന് നിസ്കരിച്ച കൂലി അവന് കൊടുത്തൂടെ? കൊടുക്കാം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്ത് റഹ്മത്ത് എന്നുള്ളത്. ആടിമ ആരോഗ്യമുള്ള കാലത്ത് അവൻ എന്നെ പരിഗണിച്ചതാണ്. അവന് ഞാൻ ഒരു പരീക്ഷണം കൊടുത്തു. ആ പരീക്ഷണത്തിന്റെ മേൽ അവൻ ക്ഷമിക്കുകയും അവന്റെ ഇഷ്ടമുള്ള ഒരു നന്മയോട്, എന്നിലേക്ക് അടുക്കാൻ കിട്ടിയ ഒരു നന്മയോട് അവൻ വല്ലാതെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ അള്ളാഹു റഹ്മത്ത് കൊടുത്തേക്കാം. അള്ളാഹു നമുക്കൊക്കെ അവന്റെ കാരുണ്യം അള്ളാഹു ചൊരിഞ്ഞു തരട്ടെ. അള്ളാഹു നമ്മുടെ ഖൽബുകളിലൊക്കെ അള്ളാഹു റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശീലമാക്കാം. എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ല. അതങ്ങനെ അങ്ങനെ 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 ശീലിച്ച് വരേണ്ട ഒരു അമലാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഓരോ തവണ ബാങ്ക് കൊടുത്ത് ബാങ്കിന് ജവാബ് കൊടുത്തതിന് ശേഷം, അതിനുശേഷമുള്ള ദുആ ചെയ്തതിന് ശേഷം അപ്പൊ തന്നെ ഒരായത്തുൽ കുർസി ഓതുക. അത് പിന്നെ സ്ഥിരമായി ഇങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് നരകമുണ്ടെന്ന് പറഞ്ഞു. അതിലേക്ക് അള്ളാഹു ചേർത്തി പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവരാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. നൂർക്കാട് ഇന്നിപ്പോ ഓഗസ്റ്റ് 19 അല്ലേ? ഇന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരുടെ ആണ്ടിന്റെ ദിവസമാണ്. ഇംഗ്ലീഷ് ദിവസം നോക്കുകയാണെങ്കിൽ അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പേരിൽ ഫാത്തിഹ യോദാം. ഇലാ ഹദ്റത്ത് റൂഹി നബീന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹദ്റത്ത് ശൈഖിന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك ونتوسل إليك بأسمائك الحسنى يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا محيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصبر يا غفار يا قهار يا وهاب يا رزاق يا فتاح يا فتاح يا عليم يا قابل يا باسط يا خافض يا رافع يا معز يا مضل يا سميع يا بصير يا حكم يا عدل يا لطيف يا حليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيت يا حسيب يا جليل يا كريم يا رقيب يا مجيب يا واسع يا حكيم يا ودود يا مجيد يا باعث يا شهيد يا حق يا وكيل يا
قوي يا متين يا ولي يا حميد يا محسن يا مبدئ يا معيد يا محيي يا مميت يا حي يا قيوم يا واجد يا ماجد يا واحد يا صمد يا قادر يا مقتدر يا مقدم يا مؤخر يا بر يا آخر يا ظاهر يا باطن يا والي يا متعالي يا بر يا تواب يا منتقم يا عفو يا رؤوف يا مالك الملك يا ذا الجلال والإكرام يا مقسط يا جامع يا غني يا مغني يا مانع يا الله يا نافع يا نور يا هادي يا بديع يا باقي يا وارث يا رشيد يا صبور رحمن رحيم يا ملك الجبار يا രാജ സയ്യിദായ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞ ഇൽമിനെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ഖൽബുകളെ നീ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ നിന്നോടും നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നീ നിറച്ചു തരണേ അല്ലാ ഈമാനും ഇഖ്ലാസും തഖ്വയും ഹുസ്നുൽ ഖുലുഖും നൽകണേ അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ഉപകാരപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ ഞങ്ങളെ മക്കളെ കൊണ്ട് നീ ഞങ്ങൾക്കും ഉപകാരപ്പെടുത്തണേ അല്ലാ അല്ലാഹ് പടച്ചവനെ നിന്റെ പൊരുത്തം നൽകണേ അല്ലാ നിന്റെ ഹബീബിന്റെ മദദ് നൽകണേ അല്ലാ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ ദുനിയാവിലും ആഖിറത്തിലും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ മജ്ലിസിൽ വന്നവരിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ സ്നേഹിച്ചവരിൽ സഹായിച്ചവരിൽ ഭക്ഷണം തന്നവരിൽ ഞങ്ങളോട് ബന്ധപ്പെട്ടവരിൽ അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി സ്വതഖ ചോദിച്ചപ്പോ സ്വർണമടക്കം സാമ്പത്തികമായി തന്ന് സഹായിച്ച വാപ്പമാര് ഉമ്മമാര് അല്ലാഹുവേ പടച്ചവനെ അവർക്കെല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ അവർക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കുമൊക്കെ ദീർഘായുസ് ആഫിയത്തോടെ നൽകണേ അല്ലാ അല്ലാ ഈ മജ്ലിസിൽ നിന്റെ റഹ്മത്ത് എന്ന വല്ലാത്ത വിശേഷണത്തെ ഞങ്ങൾ ചർവണം നടത്തുമ്പോ ചർച്ച ചെയ്യുമ്പോ നിന്റെ റഹ്മത്തിനെ ഉത്സവശാലമായി നൽകപ്പെടുന്ന മജ്ലിസുകളിൽ ഈ മജ്ലിസിനെയും നീ പെടുത്തണേ അല്ലാ അല്ലാഹുവേ മജ്ലിസിലേക്ക് ചീരനി കൊണ്ടുവന്നവർ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നവർ കഴിഞ്ഞ ആഴ്ചകളിൽ കൊണ്ടുവന്നവർ ഇനി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ അവരുടെ സ്വതഖകളെ നീ സ്വീകരിക്കണേ അല്ലാ ആ സ്വതഖയുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ ഈ മജ്ലിസിനെ സ്നേഹിച്ചു റബ്ബേ ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് അവരുടെ സ്വതഖകളിലും ഏർപ്പാടുകളിലുമൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ പടച്ചവനെ പ്രിയപ്പെട്ട ഉമ്മമാരി മജ്ലിസിലുണ്ട് റബ്ബേ നിന്റെ ദീനിനെ സഹായിച്ചവര് നിന്റെ ദീനിന്റെ ആലിമീങ്ങളെ മുത്തഅല്ലിമീങ്ങളൊക്കെ സഹായിച്ചിരുന്നത് ഞങ്ങളുടെ ഉമ്മമാരാണ് അതിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അല്ലാഹു അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ അല്ലാ ഞങ്ങളുടെ ഉമ്മമാർക്ക് മുഴുവനും നീ ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ ഈ മജ്ലിസിൽ വന്നവർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഞങ്ങളുടെ മാതാപിതാക്കൾ അല്ലാഹു ആഫിയത്ത് നൽകണേ അല്ലാ അവർ ഞങ്ങൾക്ക് ചെയ്യുന്ന ഖിദ്മത്തുകൾക്ക് പകരം റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും നീ അവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ യാ ഷാഫി യാ കാഫി യാ മുആഫി യാ ദൽ ജലാലി വൽ ഇക്റാം പടച്ചവനെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുന്നു സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ആ പരിശുദ്ധ റബീഉൽ അവ്വലിനെ സ്നേഹിച്ച് ഞങ്ങളുടെ ഹബീബിന്റെ മാസത്തെ സ്നേഹിച്ച് ആരെല്ലാം ചീരനി നൽകുന്നോ സ്വതഖകൾ നൽകുന്നോ അവരുടെ മുഴുവനും സ്വതഖകളെ അവരുടെ ചീരനികളെ നീ സ്വീകരിക്കണേ അല്ലാ അല്ലാ നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നിറക്കണേ അല്ലാ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഹബീബിന് ഖിബ്ലയാകാൻ കൊതിച്ച പരിശുദ്ധമായ കഅബ നിന്റെ ഹബീബ് കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ റൗള ജീവിതത്തിൽ പലതവണ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ യാത്രയെ നീ എളുപ്പമാക്കണേ അല്ലാ യാത്രയിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരണേ അല്ലാ
നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ള ചോദിച്ച എല്ലാ ഖൈറും ഞങ്ങളിലും ഞങ്ങളുടെ അഹലിലും ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ വാഹനങ്ങൾ, ഉപജീവനങ്ങൾ, കുടുംബം, ഭാര്യ, ഭർത്താക്കൾ, ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാത്തിലും റസൂലുള്ള ചോദിച്ച ഖൈർ നൽകണേ അല്ലാ. നിന്റെ ഹബീബിൻ കാവലിനെ തേടി എല്ലാവിധ ശർറുകളെ തൊട്ടും നീ ഞങ്ങളെയും കാത്തോളണേ അല്ലാ. അല്ലാ, അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഹദിയ ചെയ്താണ് ചുരനി കൊണ്ടുവന്നത്. അല്ലാഹുവേ, അതിന്റെ മിസ്ല സവാബ് ആ മരണപ്പെട്ടു ആരാണോ മരണപ്പെട്ടു പോയത്, ആർക്ക് വേണ്ടിയാണോ ആ കുടുംബം ഹദിയ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, അവരുടെ ഖബറിലേക്ക് അതിന്റെ മിസ്ല സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൾ റഷീദ് ബാഖവി ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ മഹല്ലത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞങ്ങളുടെ മുൻഗാമികൾ എല്ലാവരുടെയും ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസ്വീർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.